നമസ്കാരം. സാലഡുകൾ ഇന്ന് നമ്മുടെയൊക്കെ തന്നെ ആഹാരശീലത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർ ഈ സാലഡുകൾ കൃത്യമായി അവ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കഴിക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ പലരും പറയാറുള്ളത് അത് പച്ചക്കറിയല്ലേ അല്ലെങ്കിൽ ഇലവർഗ്ഗമല്ലേ, ഒന്ന് കഴുകിയാൽ പോരെ, പിന്നെ അങ്ങ് കഴിക്കാം, വേറെ വലിയ കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല എന്നാണ്. ഇത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങളെപ്പോലെ അത്രയും കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്ന് തെറ്റിദ്ധാരണയോടുകൂടി കഴിയുന്ന നിരവധി പേർ നമ്മുടെ ലോകത്ത് തന്നെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇത്തരത്തിൽ നേരെ വൃത്തിയാക്കാതെ കഴിക്കുന്ന സാലഡുകൾ വലിയ തോതിലുള്ള അപകടകാരികളായി മാറാറുണ്ട് എന്നാണ്. മാരകമായ പല രോഗങ്ങളും ഇതുമൂലം ഉണ്ടാകാറുണ്ട് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. UK-യിൽ ഈയിടെ ഇത് സംബന്ധിച്ച് ചില പഠനങ്ങൾ നടത്തിയിരുന്നപ്പോഴൊക്കെ തന്നെ 64% പേർ, അതായത് 2000 പേരിൽ പഠനം നടത്തിയപ്പോൾ ഇതിൽ പങ്കെടുത്ത 64% പേർ തങ്ങൾ കഴുകാതെയാണ് ഈ സാലഡുകൾ കഴിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയത്. ഇത് ഗുരുതരമായ അപകടത്തിന് കാരണമാകും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വയറിളക്കവും ഛർദിലും പോലെയുള്ള രോഗങ്ങൾ മുതൽ പനി മുതൽ ഒരുപക്ഷെ മെനഞ്ചറ്റിസ് എന്ന മാരകമായ രോഗത്തിലേക്ക് പോലും ഇത് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും സാലഡുകൾ പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ സാലഡുകളൊക്കെ തന്നെ ഈ പാക്കറ്റുകളിൽ നിറയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ക്ലോറിൻ ജലത്തിൽ വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് ശുദ്ധജലം കൊണ്ട് കഴുകിയിട്ടാണ് പാക്കറ്റുകളിലേക്ക് നിറയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ബാക്ടീരിയകളും ഇല്ലാതാകും എന്ന് കരുതരുത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമ്മളിത് വാങ്ങി വീട്ടിലെത്തിയതിന് ശേഷം ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വിദഗ്ധർ നൽകുന്ന ഉപദേശം. അതല്ലെങ്കിൽ പല രോഗങ്ങളും നമ്മൾ പിടികൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവിടുത്തെ മണ്ണിൻ്റെ ചില പ്രത്യേകത, മണ്ണിൽ എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ, ഉപയോഗിക്കുന്ന വെള്ളം ഒരുപക്ഷെ ശുദ്ധജലമല്ലാത്ത ഏതെങ്കിലും മാലിന്യം ചേർന്ന ജലമാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പ്രശ്നം, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ കൃഷിക്കായി ഇവയൊക്കെ തന്നെ ഈ അണുവാഹകരാണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കണമെന്നാണ്. ചില ആളുകൾ തന്നെ അവരുടെ വീടുകളിലുള്ള ഇത്തരത്തിലുള്ള സാലഡുകൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ നേരിട്ട് മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് കഴിക്കുന്ന ശീലമുള്ളവരുമാണ്. ഇതും അപകടകരമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ എല്ലാം തന്നെ ഈ ബാക്ടീരിയകൾക്ക് ഒളിഞ്ഞിരിക്കാനുള്ള ഒരുപാട് സ്ഥലം ഇത്തരം പച്ചക്കറികളിൽ, പ്രത്യേകിച്ച് ഇലവർഗ്ഗങ്ങളിൽ ഇത് വളരെ സാധ്യത കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇലകൾക്കിടയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അണുക്കൾ ധാരാളമായി കയറിയിരിക്കും. നമ്മളിത് നേരെ വൃത്തിയായി കഴുകാതെ ഭക്ഷിക്കുകയാണെങ്കിൽ വലിയ താമസിയാതെ തന്നെ നമുക്ക് മാരകമായ അസുഖങ്ങളുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്ത് UK-യിൽ ഏതാണ്ട് 300ഓളം പേരെയാണ് ഇത്തരത്തിൽ വൃത്തിയാക്കാത്ത സാലഡും മറ്റും കഴിച്ച് രോഗബാധയെ തുടർന്ന് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നത്. UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പാക്കറ്റിൽ ലഭിക്കുന്ന സാലഡുകളിലും മറ്റും ഇവ കഴിവതിന് ശേഷം ഉപയോഗിക്കുക എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ പല ആളുകളും ഇത് വായിച്ചു നോക്കാറില്ല എന്നുള്ളതാണ് സത്യമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഇവർ നേരിട്ട് പാക്കറ്റ് പൊട്ടിച്ചതങ്ങ് കഴിക്കുന്നതാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യം പലർക്കും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്തരത്തിലുള്ള കഴുകാത്ത ഭക്ഷ്യ സാധനങ്ങളിൽ നിന്നാണ് ലിസ്റ്റീരിയ എന്ന അണുബാധ ഉണ്ടാകുന്നത്. ഈ ലിസ്റ്റീരിയ മൂലമുള്ള അസുഖം നമുക്ക് ആദ്യം മനസ്സിലാവുകയില്ല. പനിയുടെ രൂപത്തിലായിരിക്കും ആദ്യം ഇതെത്തുന്നത്. പിന്നീട് ശക്തമായ പേശിവേദനയും ഛർദിലും വയറിളക്കവും തുടങ്ങി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുണ്ടാക്കും. ഒരുപക്ഷെ ഈ രോഗം കുറേ ഗുരുതരമായ അവസ്ഥയ്ക്ക് ശേഷമായിരിക്കാം ഇത് ലിസ്റ്റീരിയ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നത്. ഡോക്ടർമാർക്കും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം മാരകമാണ് ഇത്തരത്തിലുള്ള ഈ ബാക്ടീരിയകളെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സാലഡുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കുക, സാലഡുകളും അണുവിമുക്തമല്ല എന്ന കാര്യം. വളരെ വൃത്തിയായി, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ടാപ്പിൻ്റെ മുന്നിൽ കാണിച്ച് ഈ റണ്ണിങ് വാട്ടർ നമ്മൾ പറയാറുള്ള വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കാണിച്ച് വൃത്തിയാക്കുന്നതും ഇതിൻ്റെ അണുബാധ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ്. അതല്ലാതെ നേരിട്ട് പച്ചക്കറികളല്ലേ ഇതിൽ യാതൊരു തരത്തിലുമുള്ള വിഷാംശങ്ങളുമില്ല അല്ലെങ്കിൽ അണുബാധയില്ല എന്ന് കരുതി നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ മാരകമായ രോഗങ്ങളായിരിക്കും. ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിലുള്ള ഈ ഭക്ഷ്യ വിഷബാധയെ തുടർന്നുണ്ടാകുന്ന രോഗങ്ങളുടെ അവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്.